ഹായ് എവരിവൺ, ഫോർത്ത് മൊഡ്യൂളിൻ്റെ നോട്ട്സ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ജനറേഷൻ കൺട്രോളാണ്. അപ്പോൾ അതിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പേജിലാണ് ഞാനത് നോട്ട്സ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ജനറേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ ഡിമാൻഡ്സ് അല്ലെങ്കിൽ പവർ ഡിമാൻഡ്സ് ഓഫ് പവർ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്റ്റഡി, ഇറ്റ് ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്ലി ചേഞ്ച് വിത്ത് ടൈം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ തന്നെയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ പല സമയത്താണ് പല എക്യുപ്മെൻറ്റ്സും സ്വിച്ച് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പവർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്റ്റഡി, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ച് വിത്ത് ടൈം. സോ ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആക്റ്റീവ് പവർ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ജനറേഷൻ റെഗുലേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ജനറേഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റീം ഇൻപുട്ട് ടു ടർബോ ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ വാട്ടർ ഇൻപുട്ട് ടു ഹൈഡ്രോ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി റെഗുലേറ്റഡ് ടു മാച്ച് ദി ആക്റ്റീവ് പവർ ഡിമാൻഡ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിമാൻഡ് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ദ മെഷീൻ സ്പീഡ് വിൽ വേരി വിത്ത് കൺസിക്വൻറ്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിങ്ക്രണസ് ജനറേറ്ററൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലറിയാം എന്താണ് ആക്റ്റീവ് പവർ ഡിമാൻഡ്. ആക്റ്റീവ് പവർ വേരി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വേരി ചെയ്യും, സിസ്റ്റംസ് മെഷീൻ്റെ സ്പീഡ് വേരി ചെയ്യും അല്ലെങ്കിൽ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും നമുക്ക് പറയാം. സോ ഇറ്റ് ഈസ് ഹൈലി അൺഡിസൈറബിൾ. നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ പെർമിസിബിൾ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ±2.5 ഹെർട്സ് ആണ്. അതുപോലെ തന്നെ റിയാക്റ്റീവ് പവർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷനൊക്കെ അറിയാം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വോൾട്ടേജ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് മീറ്റ് ചെയ്യാൻ പറ്റും, റിയാക്റ്റീവ് പവർ മീറ്റ് ചെയ്യാൻ പറ്റും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, എക്സൈറ്റേഷൻ ഓഫ് ദി ജനറേറ്റേഴ്സ് മസ്റ്റ് ബി കണ്ടിന്യൂസ്ലി റെഗുലേറ്റഡ് ടു മാച്ച് ദ റിയാക്റ്റീവ് പവർ ഡിമാൻഡ്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജിനെ അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്സിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് അഫക്ട്സ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നത്, ചേഞ്ചസ് ഇൻ ആക്റ്റീവ് പവർ അല്ലെങ്കിൽ റിയൽ പവർ അഫക്ട്സ് ഫ്രീക്വൻസി ആൻഡ് ചേഞ്ചസ് ഇൻ റിയാക്റ്റീവ് പവർ അഫക്ട്സ് ദ വോൾട്ടേജ്. സോ നമുക്ക് മോഡേൺ ഇൻ്റർകണക്റ്റഡ് സിസ്റ്റംസിലൊക്കെ ആണെങ്കിൽ മാനുവൽ റെഗുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ ആൻഡ് ദെർഫോർ ഓട്ടോമാറ്റിക് ജനറേഷൻ ആൻഡ് വോൾട്ടേജ് റെഗുലേഷൻ എക്യുപ്മെൻറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഓൺ ഈച്ച് ജനറേറ്റർ. നമ്മുടെ കൺട്രോൾ സ്ട്രാറ്റജിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇസ് ടു ജനറേറ്റ് ആൻഡ് ഡെലിവർ power in an interconnected system as economically and reliably as possible while maintaining voltage and frequency within permissible limits. അപ്പോൾ നമ്മുടെ കൺട്രോൾ സ്ട്രാറ്റജിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എക്കണോമിക്കലായിട്ടും റിലയബിളായിട്ടും എന്ത് ചെയ്യുക, പവറിനെ ജനറേറ്റ് ചെയ്ത് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, മെയിൻറ്റെയിനിങ് എന്തൊക്കെ ചെയ്യണം, അതിന് വേണ്ടി മെയിൻറ്റെയിനിങ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി വിത്തിൻ പെർമിസിബിൾ limits. So changes in real power affect mainly the system frequency while the reactive power is less sensitive to changes in frequency and is mainly dependent on എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, റിയാക്റ്റീവ് പവർ ആണെങ്കിൽ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ്. നമുക്ക് റിയൽ ആൻഡ് റിയാക്റ്റീവ് പവേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. ദ ലോഡ് ഫ്രീക്വൻസി കൺട്രോൾ ലൂപ്പ് LFC എന്ന് പറയുന്നത് എന്തിനെ കൺട്രോൾ ചെയ്യും, കൺട്രോൾസ് ദ റിയൽ പവർ ആൻഡ് ഫ്രീക്വൻസി. ആൻഡ് ഇനി ഒരു ലൂപ്പ് കൂടെ ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ ലൂപ്പ്. അപ്പോൾ അത് എന്തിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ദാറ്റ് ഈസ് ടു റെഗുലേറ്റ് ദ റിയാക്റ്റീവ് പവർ. അപ്പോൾ അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം നമ്മളിത് കാണിച്ചിട്ടുണ്ട്, ഒരു ബ്ലോക്ക് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്, ഒരു സ്കീമാറ്റിക്. അതിൽ ഒരു സ്കീമാറ്റിക് ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോക്കി ടർബൈനുണ്ട്, ജനറേറ്ററുണ്ട്, അതിനകത്തൊരു ലോഡ് ഫ്രീക്വൻസി കൺട്രോൾ ലൂപ്പും ഉണ്ട്, ഒരു AVR ലൂപ്പും ഉണ്ട്. അപ്പോൾ അതിൽ
കൺട്രോളേഴ്സ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ സെറ്റ് ഫോർ എ പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ആൻഡ് ടേക്ക് കെയർ ഓഫ് സ്മോൾ ചേഞ്ചസ് ഇൻ ലോഡ് ഡിമാൻഡ് ടു മെയിൻറ്റെയിൻ ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്സ്. ഇനി നമ്മുടെ കൺട്രോളേഴ്സ് നമ്മളൊരു പർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പം ആസ് ടൈം ചേഞ്ചസ്, അല്ലെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഡിമാൻഡ് ചിലപ്പോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ടൈം ചേഞ്ചിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോളേഴ്സ് മസ്റ്റ് ബി റീസെറ്റ് എയ്തർ മാനുവലി ഓർ ഓട്ടോമാറ്റിക്കലി. സോ സ്മോൾ ചേഞ്ച് ഇൻ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മെഷീൻ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബസ് വോൾട്ടേജ്. വൈൽ എന്താണ് റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? എക്സൈറ്റേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അല്ലേ? അല്ലെങ്കിൽ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ 2 ലൂപ്പുണ്ട്. അപ്പോൾ ആ ലൂപ്പിൽ ജനറേറ്ററിൻ്റെ എന്താണ് ഔട്ട്പുട്ട് പവർ ഡെൽറ്റ പി ജി ആൻഡ് ഡെൽറ്റ ക്യു ജി, വേരിയേഷൻ ഇൻ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ. അപ്പോൾ അത് സെൻസ് ചെയ്തിട്ട് എന്താണ് ഫ്രീക്വൻസി സെൻസറുണ്ട്. ഫ്രീക്വൻസി സെൻസർ യൂസ് ചെയ്ത് ആ ഫ്രീക്വൻസി സെൻസ് ചെയ്ത് LFC ലോഡ് ഫ്രീക്വൻസി കൺട്രോൾ ലൂപ്പ് വഴി എന്താണ് അവിടെ നിന്ന് വരുന്ന ഒരു കമാൻഡ് സിഗ്നലുണ്ട് ഡെൽറ്റ PC. അപ്പോൾ ആ കമാൻഡ് സിഗ്നൽ യൂസ് ചെയ്ത് നമ്മൾ വാൽവ് കൺട്രോൾ മെക്കാനിസം, ഇപ്പോൾ സ്റ്റീം വാൽവ് ആണെങ്കിൽ, ഇപ്പോൾ സ്റ്റീം ടർബൈൻ ആണെങ്കിൽ അതിൻ്റെ വാൽവ് ഓപ്പണിങ്, സ്റ്റീം വാൽവിൻ്റെ ഓപ്പണിങ്, ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റീമാണ് കാണിച്ചിരിക്കുന്നത്, സ്റ്റീം ടർബൈനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാൽവ് കൺട്രോൾ മെക്കാനിസം ഉണ്ട്. അപ്പോൾ ആ വാൽവ് കൺട്രോൾ മെക്കാനിസം കൺട്രോൾ ചെയ്ത് എന്താണ് ടർബൈൻ്റെ സ്റ്റീം ഇൻപുട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് എന്ത് വേരി ചെയ്യുന്നത്? ജനറേഷൻ വേരി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തും കൂടെ ഉണ്ട്? ഒരു എക്സൈറ്റേഷൻ സിസ്റ്റവും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ജനറേറ്ററിൻ്റെ ഫീൽഡിൽ നമ്മൾ എക്സൈറ്റേഷൻ സിസ്റ്റം വെച്ചിട്ടുണ്ട്. വോൾട്ടേജ് സെൻസറുണ്ട്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് സെൻസ് ചെയ്തിട്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡെൽറ്റ V സെൻസ് ചെയ്ത് കഴിഞ്ഞ് AVR ലൂപ്പ് വഴി എവിടോട്ട് കൊടുക്കുക? നമ്മൾ എക്സൈറ്റേഷൻ സിസ്റ്റത്തിലോട്ട് കൊടുത്ത് എന്ത് ചെയ്യും? എക്സൈറ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്യും. സോ എക്സൈറ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദസ് നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും? റിയാക്റ്റീവ് പവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നമുക്കിതിനകത്ത് ഈ എക്സൈറ്റേഷൻ വോൾട്ടേജ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് ആക്ടിങ് ആണ്. ഈസ് ഫാസ്റ്റ് ആക്ടിങ് ഇൻ വിച്ച് മേജർ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദാറ്റ് ഓഫ് എന്തിൻ്റെയാണ്? ജനറേറ്റർ ഫീൽഡിൻ്റെയാണ്. പക്ഷേ ലോഡ് ഫ്രീക്വൻസി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ സ്ലോ ആക്ടിങ് ആണ് വിത്ത് മേജർ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ടർബൈൻ ആൻഡ് ജനറേറ്റർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. ദിസ് ടൈം കോൺസ്റ്റൻറ്റ്, സോ ഈ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറേറ്റർ ഫീൽഡിൻ്റെ ടൈം കോൺസ്റ്റൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് മച്ച് ലാർജർ. സോ ദ ട്രാൻസിയൻസ് ഇൻ എക്സൈറ്റേഷൻ വോൾട്ടേജ് കൺട്രോൾ vanish faster and do not affect the dynamics of power frequency control. Then അടുത്ത് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ നെസസിറ്റി ഓഫ് മെയിൻറ്റെയിനിങ് കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഒരു 4 പോയിൻ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള 4 പോയിൻറ്റ്സ് ആണ്. ഇതിനടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ലോഡ് ഫ്രീക്വൻസി കൺട്രോളാണ്. അപ്പോൾ ലോഡ് ഫ്രീക്വൻസി കൺട്രോൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ലോഡ് ഫ്രീക്വൻസി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ടു മെയിൻറ്റെയിൻ ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസി യൂണിഫോമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ടു ഡിവൈഡ് ദ ലോഡ് ബിറ്റ്വീൻ ജനറേറ്റേഴ്സ് ആൻഡ് ടു കൺട്രോൾ ദ ടൈ ലൈൻ ഇൻ്റർചേഞ്ച് ഷെഡ്യൂൾസ്. അതായത് നമ്മൾ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഇപ്പോൾ പവർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഒരു ജനറേറ്റർ അല്ല, അല്ലേ? കുറേ ജനറേറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ കുറേ ജനറേറ്റേഴ്സ് ഇപ്പോൾ നമ്മൾ ഒരു ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ കുറേ സെവറൽ ജനറേറ്റേഴ്സ് ഉണ്ടാകും. ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലുള്ള അങ്ങനെ പല ഏരിയാസ് ഉണ്ടാകും. അപ്പോൾ ഈ ഏരിയാസിനെ ഇൻ്റർകണക്റ്റ് ചെയ്യുന്ന ടൈ ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ ടൈ ലൈൻ ഷെഡ്യൂൾസും കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ്? ലോഡ് ഫ്രീക്വൻസി കൺട്രോളിൻ്റെ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആൻഡ് ടൈ ലൈൻ റിയൽ പവറിനെ സെൻസ് ചെയ്തിട്ട് വിച്ച് ഇസ് എ മെഷർ ഓഫ് ദ ചേഞ്ച് ഇൻ റോട്ടർ ആംഗിൾ ഡെൽറ്റ, ദാറ്റ് ഈസ് എറർ ഡെൽറ്റ ടു ബി കറക്റ്റഡ്. The error signal, that is delta F and delta Pt, are amplified, then mixed and transformed to a real power command signal delta PV ആയിട്ട് മാറ്റി, which is sent to the prime mover to call for an increment in the torque. അപ്പോൾ ഇനി ഈ പ്രൈം മൂവർ എന്ത് ചെയ്യും? therefore brings change in the generator output by an amount, ഏതാണ്? ഡെൽറ്റ PG, which will change the, so generation ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്തും ചേഞ്ച് ചെയ്യും? ഡെൽറ്റ F and ഡെൽറ്റ പീറ്റ വിത്തിൻ ദി സ്പെസിഫൈഡ് ടോളറൻസ്. ഇതിനടുത്ത് നമ്മൾ ഇത് പറയാനായിട്ട് LFC പ്രോബ്ലം പറയാനായിട്ട് നോക്കി നമ്മളൊരു ബ്ലോക്ക് ഡയഗ്രാം സ്പീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി LFC പ്രോബ്ലം
അപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക അതിൻ്റെ നോട്ട്സ്. Then to understand the LFC problem, consider a single turbo generator system supplying an isolated load. ഒരു ഐസൊലേറ്റഡ് ലോഡ് സപ്ലൈ ചെയ്യുന്ന ഒരു സിംഗിൾ ടർബോ ജനറേറ്റർ സിസ്റ്റം ഞാൻ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് അപ്പോൾ അതിനകത്ത് ഉള്ള എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഒരു സ്പീഡ് ചേഞ്ചറുണ്ട്, അതിൻ്റെ അപ്പിൽ ലോവർ എന്ന് കാണിച്ചിട്ടുണ്ട്, താഴോട്ട് റേസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് മുകളിലോട്ട് ഇത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടു ലോവർ ദ സ്പീഡ്, താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ടു റേസ് ദ സ്പീഡുമാണ്. അതിന് വേണ്ടിയുള്ളൊരു ഗവേണിംഗ് സിസ്റ്റമാണ്. ഇതിനകത്തൊരു സ്പീഡ് ഗവർണറുണ്ട് ആൻഡ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ഇറ്റ് ഇസ് എ ഹാർട്ട് ഓഫ് ദി ഗവേണിംഗ് സിസ്റ്റം, സ്പീഡ് ഗവർണർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്ലൈ ബോൾ സ്പീഡ് ഗവർണറാണ്. ദെൻ ഇവിടെ ഒരു പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീം വാൽവ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും വേണ്ടിയുള്ള സ്റ്റീം വാൽവും ഉണ്ട്. ദെൻ ഇതൊരു ലിങ്കേജ് മെക്കാനിസമാണ്. അപ്പോൾ അതിനകത്തുള്ള ലിങ്ക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ABCDE എന്ന് പറയുന്ന ലിങ്ക്സ് ആണ്. അപ്പോൾ ഇത് 2 ലിങ്കാണ് ശരിക്കും. ABC എന്ന് പറയുന്ന ഒരു ലിങ്കും CDE എന്ന് പറയുന്ന അടുത്ത ഒരു ലിങ്കുമാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്സ് ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫ്ലൈ ബോൾ സ്പീഡ് ഗവർണർ, പിന്നെ ഒരു ഹൈഡ്രോളിക് ആംപ്ലിഫയർ ഉണ്ട്, സ്പീഡ് ചേഞ്ചർ, ലിങ്കേജ് മെക്കാനിസം. അപ്പോൾ ഈ ഫ്ലൈ ബോൾ സ്പീഡ് ഗവർണർ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എ പ്യുവർലി മെക്കാനിക്കൽ സ്പീഡ് സെൻസിറ്റീവ് ഡിവൈസ് കപ്പിൾ ഡയറക്ട്ലി ഓൺ ദ പ്രൈം മൂവേഴ്സ് ടു കൺട്രോൾ വാൽവ് ഓപ്പണിംഗ് വയ ലിങ്കേജ് മെക്കാനിസം. അപ്പോൾ ഈ ലിങ്കേജ് മെക്കാനിസം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നതിനകത്ത് വാൽവ് ഓപ്പണിംഗ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഇസ് എ ഹാർട്ട് ഓഫ് ദ സിസ്റ്റം വിച്ച് കൺട്രോൾസ് ദ ചേഞ്ച് ഇൻ സ്പീഡ് ഓർ frequency. So as the speed increases the fly ball move outwards. അപ്പോൾ ഞാൻ ഈ സ്പീഡ് ഗവർണറിൽ ഫ്ലൈ ബോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബി അപ്വേർഡ്സ്, ആ പോയിന്റ് ബി, ആ ലിങ്കേജ് മെക്കാനിക്സിൽ ബി എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്വേർഡ്സിലോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഫ്ലൈ ബോൾ ഔട്ട്വേർഡ്സിലോട്ട് മൂവ് ചെയ്യും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ് ബി ഓൺ ദ ലിങ്കേജ് മെക്കാനിസം മൂവ്സ് ഡൗൺവേർഡ്സ് ആൻഡ് ദ റിവേഴ്സ് ഹാപ്പൻസ് വെൻ ദ സ്പീഡ് ഡിക്രീസസ്. ഇനി ഇതിലുള്ളത് ഒരു ഹൈഡ്രോളിക് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഈ ഹൈഡ്രോളിക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു പൈലറ്റ് വാൽവും ഉണ്ട്, ഒരു മെയിൻ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റും ഉണ്ട്. അപ്പം മെയിൻ പിസ്റ്റൺ ഇങ്ങോട്ട് ഈ സൈഡിലായിട്ടുണ്ട്. ദെൻ പൈലറ്റ് വാൽവ് അറേഞ്ച്മെൻറ്റിൽ 2 വാൽവുണ്ട്. പൈലറ്റ് വാൽവിൽ ഒരു മുകളിൽ ഒരെണ്ണമുണ്ട്, താഴെ ഒരെണ്ണമുണ്ട്. ദെൻ ഹൈ പ്രഷർ ഓയിൽ എൻ്റർ ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് നെസസറി ഇൻ ഓർഡർ ടു ഓപ്പൺ ഓർ ക്ലോസ് ദ സ്റ്റീം വാൽവ് അഗെയിൻസ്റ്റ് ഹൈ പ്രഷർ സ്റ്റീം. ദെൻ ഇതിനകത്തുള്ള ലിങ്കേജ് മെക്കാനിസമാണ്. അപ്പോൾ ലിങ്കേജ് മെക്കാനിസത്തിൽ ABC എന്ന് പറയുന്ന ഒരു റിജിഡ് ലിങ്ക് പിവോട്ടഡ് അറ്റ് B ആൻഡ് CD ഈസ് അനദർ റിജിഡ് ലിങ്ക് പിവോട്ടഡ് അറ്റ് D. So this link mechanism provides a movement to the control valve in proportion to change in speeds. It also provides a feedback from the steam valve movement. ഇതിലുള്ള സ്പീഡ് ചേഞ്ചർ ആണ്. സോ ഈ സ്പീഡ് ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റഡി സ്റ്റേറ്റ് പവർ ഔട്ട്പുട്ട് സെറ്റിംഗ് ഫോർ ദ ടർബൈൻ. ഇനി ഇതിൻ്റെ ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, ഈ സ്പീഡ് ചേഞ്ചർ ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, ലോവർ എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇഫ് യു വാണ്ട് ടു റേസ് എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇഫ് യു വാണ്ട് ടു റേസ് ദ സ്പീഡ്. സോ സ്പീഡ് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ശരിക്കും പറ്റുന്നത്, ഈ സ്പീഡ് ചേഞ്ചർ ഡൗൺവേർഡ് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് പോയിന്റ് A എന്ന് പറയുന്നത് താഴോട്ട് മൂവ് ചെയ്യും. D അപ്വേർഡ് മോഷനും, സിയുടെ മൂവ്മെൻറ്റ് എന്താണ്, അപ്വേർഡ്. ദെൻ ഇയുടെ മൂവ്മെൻറ്റ് ഡൗൺവേർഡ് ആണ്. സോ D മൂവ്സ് അപ്വേർഡ്. സോ D അപ്വേർഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ദിസ് ഓപ്പൺസ് ദ അപ്പർ പൈലറ്റ് വാൽവ്. സോ അപ്പർ പൈലറ്റ് വാൽവ്, ഞാൻ പറഞ്ഞു പൈലറ്റ് വാൽവ് 2 ഉണ്ട്, മുകളിലുണ്ട്, താഴെയുണ്ട്. സോ അപ്പർ പൈലറ്റ് വാൽവ് ഓപ്പൺ ചെയ്യും. സോ ദാറ്റ് ഹൈ പ്രഷർ ഓയിൽ എൻറ്റേഴ്സ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ് ദ മെയിൻ പിസ്റ്റൺ ഡൗൺവേർഡ്. സോ മെയിൻ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യും. സോ ദാറ്റ് മോർ സ്റ്റീം ഈസ് അഡ്മിറ്റഡ് ടു ദ ടർബൈൻ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. സോ മോർ സ്റ്റീം എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് ജനറേഷൻ ഇൻക്രീസ് ചെയ്യും, സ്പീഡ് റേസ് ചെയ്യും. സോ അതാണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ദിസ് ഹൈ പ്രഷർ ഓയിൽ ഇങ്ങനെ എൻ്റർ ചെയ്തിട്ട് സോ ഡി താഴോട്ട് മൂവ് ചെയ്യും. സോ ഡി ഡൗൺവേർഡ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ വാൽവ് ഇവിടെയാണ് ഇത് ഓപ്പൺ വരുന്നത്. സോ ഈ ഹൈ പ്രഷർ ഓയിൽ ഇങ്ങനെ എൻ്റർ ചെയ്ത് ഇതുവഴി ഇങ്ങനെയാണ് അതിൻ്റെ പാസേജ് വരുന്നത്. ഇവിടെ വന്ന് ഈ ഫോഴ്സ് കാരണം
എന്താ ചെയ്യുന്നത്, ഈ മെയിൻ പിസ്റ്റണെ ഇതിങ്ങനെ താഴോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് ഡൗൺ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ കാണിക്കുന്നത്, ഓപ്പൺ ആണ്. സോ മോർ സ്റ്റീമേഴ്സ്, ഇത് ടു ടർബൈൻ ആണ്. സോ മോർ സ്റ്റീമേഴ്സ് അഡ്മിറ്റഡ് ഇൻ ടു ദ ടർബൈൻ ആൻഡ് ദ റിവേഴ്സ് ഹാപ്പൻസ് if you want to lower the speed. So lower the speed ആണെങ്കിൽ റിവേഴ്സ് ആണ് നടക്കുന്നത്, ദാറ്റ് ഈസ് ഇത് മുകളിലോട്ടാണ് പോകുന്നത്. സോ ഡിയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡൗൺവേർഡ്, നേരത്തെ ഡൗൺവേർഡ് ആയിരുന്നു, ഇനി ഇത് അപ്വേർഡ് ആണ്. സോ അപ്വേർഡ് ആകുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്, ഇത് ക്ലോസ് ആയിട്ട് സോ ഓയിൽ ഈ വാൽവ് വഴി ഇങ്ങനെയായിരിക്കും എൻ്റർ ചെയ്യുന്നത്. ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇതുവഴി വന്ന് ഇങ്ങനെ ഓയിൽ ഇങ്ങനെ എൻ്റർ ചെയ്ത്, ഹൈ പ്രഷർ ഓയിൽ ഇങ്ങനെ എൻ്റർ ചെയ്ത് ഇതുവഴി ഇങ്ങനെ വന്ന് ഇതിന് മുകളിലോട്ടായിരിക്കും മൂവ് ചെയ്യിക്കുന്നത്. സോ ദിസ് വിൽ ക്ലോസസ് ദി സ്റ്റീം വാൽവ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് കുറയും, അവിടെ സ്റ്റീം ഇൻപുട്ട് കുറയും. അപ്പോൾ ഇതാണ് ഫ്ലൈ ബോൾ സ്പീഡ് ഗവർണർ. then അതുപോലെ സ്പീഡ് ചേഞ്ചറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞതാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു മോഡലാണ് പറഞ്ഞിരിക്കുന്നത്. വി കൺസിഡർ എ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ബൈ അസ്യൂമിങ് ദാറ്റ് ദ ലിങ്കേജ് മെക്കാനിസം എന്താണ്, നമ്മൾ സ്റ്റേഷനറി ആണെന്ന് പറയുകയാണ്. ദെൻ പൈലറ്റ് വാൽവ് ക്ലോസ്ഡ് ആണ്, സ്റ്റീം വാൽവ് ഓപ്പൺഡ് by definite magnitude. The turbine output balances generator output and the turbine or generator is running at a constant speed with the turbine power output balancing the generator load. Then operating conditions ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. F0 system frequency, PG0 generator output, turbine out which is equal to turbine output ആണ്. Then Y0 steam valve setting ആണ്. Then we shall obtain a linear incremental model around this operating conditions. അപ്പോൾ അതിൻ്റെ ഒരു ഈ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ലെറ്റ് ദ പോയിൻ്റ് എ ഓൺ ദ ലിങ്കേജ് മെക്കാനിസം ബി മൂവ് ഡൗൺവേർഡ് by a small amount delta YA. Then it is a command. ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ കമാൻഡ് ആണ് വിച്ച് കോസസ് ദ ടർബൈൻ ഔട്ട്പുട്ട് പവർ ടു ഇൻക്രീസ് ബൈ ഡെൽറ്റ പി സി. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ എഴുതാം, ഡെൽറ്റ YA is equal to KC into ഡെൽറ്റ പി സി എന്ന് എഴുതാം. Then the movement of linkage point A causes a small പൊസിഷൻ ചേഞ്ചസ് ഡെൽറ്റ YC ആൻഡ് ഡെൽറ്റ YD ഓഫ് ലിങ്കേജ് പോയിൻറ്റ് C ആൻഡ് D. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. A മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് C ആൻഡ് D മൂവ് ചെയ്യുന്നു. ഇത് മൂവ്മെൻറ്റ് ഓഫ് D അപ്വേർഡ്സ് ഡെൽറ്റ YD upwards by delta YD. High pressure oil flows into the top of the main piston and thereby the steam valve will move down by a small distance delta YE, which results in increased turbine torque and hence the power increases by delta PG. Then this further results in increase in speed and hence frequency of generation. Now the increase of frequency delta F causes the link point to move downward to a small distance delta YB proportional to delta F. Though if frequency would increase ചെയ്ത് കഴിഞ്ഞാൽ it causes the link point B to move downward to a small distance delta YB proportional to delta F. So ആ delta Fനെ കറസ്പോണ്ടിങ് ആയിട്ട് delta YB മൂവ് ചെയ്തു, B എന്ന് പറയുന്ന പോയിന്റ്. The net movement of link point C contributes two factors. ഡെൽറ്റ വൈയുടെ കോൺട്രിബ്യൂഷനും ഉണ്ട്, അതുപോലെ തന്നെ എന്തുകൂടെയുണ്ട്, ഡെൽറ്റ എഫിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്. സോ ഈ രണ്ട് കോൺട്രിബ്യൂഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ഫസ്റ്റ് ഡെൽറ്റ വൈയുടെ കോൺട്രിബ്യൂഷൻ കാരണം എന്താണ്, സിയിലുണ്ടാകുന്ന മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ YC ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് L2/L1 ഇൻറ്റു ഡെൽറ്റ YA ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് K1 KC ഇൻറ്റു ഡെൽറ്റ PC എന്ന് എഴുതാം. അപ്പോൾ അത് ആക്ച്വലി നമ്മളതിൻ്റെ ലിങ്കേജ് മോഷൻ ഇത് ഇങ്ങനെയാണ് എഴുതുന്നത്, മൈനസ് ഡെൽറ്റ YA L2 ഇസ് ഈക്വൽ ടു ഡെൽറ്റ YC ഡാഷ് ഇൻറ്റു L1 എന്നാണ് എഴുതുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഡെൽറ്റ YC ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ് എഴുതുന്നത്, മൈനസ് L2/L1 ഇൻറ്റു ഡെൽറ്റ YA എന്ന് എഴുതുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് K1 ഇൻറ്റു ഡെൽറ്റ YA എന്ന് എഴുതി. ഇങ്ങനെ ഡെൽറ്റ YAക്ക് ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, എന്താണ് KC ഇൻറ്റു
ഡെൽറ്റ പി സിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ആൻഡ് അതുപോലെ ഡെൽറ്റ എഫിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ ഡെൽറ്റ എഫിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ ബി ഈസ് ഈക്വൽ ടു, എനിക്ക് എങ്ങനെ എഴുതാം, ഇറ്റ് ഇസ് K2 ഡാഷ് ഇൻറ്റു ഡെൽറ്റ എഫ്. അത് ഡെൽറ്റ വൈ ബിയുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് K2 ഡാഷ് ഇൻറ്റു ഡെൽറ്റ എഫ് ആണ്. സോ ദ കോൺസിക്വൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് സി വിത്ത് എ റിമൈനിങ് ഫിക്സഡ് ഡെൽറ്റ വൈ സി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെയാണ് ഇത് എഴുതുന്നത്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഡെൽറ്റ വൈ സി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2 ബൈ L1 ഇൻറ്റു ഡെൽറ്റ വൈ. എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഡെൽറ്റ വൈ സി ഡബിൾ ഡാഷ് ഇൻറ്റു L1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബി ഇൻറ്റു L1 പ്ലസ് L2 എന്നാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ശരിക്കും ഇത് എഴുതിയിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് എന്താ എഴുതിയിരിക്കുന്നത്, L1 പ്ലസ് L2 ബൈ L1 ഇൻറ്റു ഈ ഡെൽറ്റ വൈ ബിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. സോ നമുക്ക് എന്താ കിട്ടുന്നത്, അതിനെ K2 ഇൻറ്റു ഡെൽറ്റ എഫ് എന്ന് എഴുതി. അപ്പോൾ നിങ്ങൾ ഇത് ഇത്രയും ഈ L1 പ്ലസ് L2 എന്നൊന്നും എഴുതിയില്ലെങ്കിലും എന്ത് മാത്രം എഴുതിയാലും മതി, ഡെൽറ്റ വൈ സി ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു K2 ഇൻറ്റു ഡെൽറ്റ എഫ്, അത്രയും എഴുതാൻ പഠിക്കാം. സോ ദ നെറ്റ് മൂവ്മെൻറ്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഈ രണ്ടിൻ്റെയും കൂടെ കോൺട്രിബ്യൂഷൻ ആണ്. സോ എന്തൊക്കെ എഴുതി, ഡെൽറ്റ വൈ സി ഡാഷ് പ്ലസ് ഡെൽറ്റ വൈ സി ഡബിൾ ഡാഷ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇനി ദ മൂവ്മെൻറ്റ് ഓഫ് ഡി ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് സി ആൻഡ് ഇ. കാരണം ഡി എന്ന് പറയുന്നത് പിവോട്ട് ചെയ്തേക്കുന്നതാണ് ബിറ്റ്വീൻ സി ആൻഡ് ഇ. സോ ഡെൽറ്റ വൈ ഡി ഞാൻ എങ്ങനെ എഴുതി, K3 ഇൻറ്റു ഡെൽറ്റ വൈ സി പ്ലസ് K4 ഇൻറ്റു ഡെൽറ്റ വൈ ഇ എന്ന് എഴുതി. ഇനി ഈ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, the movement of delta YD opens one of the ports of the pilot valve admitting high pressure oil into the cylinder, thereby moving the main piston and opening the steam valve by delta E. So delta YE is equal to എന്ന് എഴുതാന്ന് പറഞ്ഞാൽ volume of oil admitted by area of piston, that is 1 by A into integral 0 to T minus delta YD dt എന്ന് എഴുതാം. that is equal to എന്ത് എഴുതി, ആ 1 by എക്ക് ഞാൻ എന്താ ഒരു കോൺസ്റ്റൻ്റ് ഇട്ട് എഴുതി, മൈനസ് K5 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ഡെൽറ്റ വൈ ഡി ഡി ടി. സോ ഇക്വേഷൻ നമ്പർ 3. എന്നിട്ട് നമ്മൾ ഈ 1 2 3 3 ഇക്വേഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു. സോ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് അതിന് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ഡെൽറ്റ വൈ ഇ ഓഫ് എസ് വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ വൈ ഇ ഓഫ് എസ് ഇതാ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, KSG ബൈ 1 പ്ലസ് എസ് ടോ എസ് ജി ഇൻറ്റു ഡെൽറ്റ പി സി ഓഫ് എസ് മൈനസ് 1 ബൈ ആർ ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എസ്. അതിൽ ആറിന് എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്, K1 KC ബൈ K2, ദാറ്റ് ഇസ് സ്പീഡ് റെഗുലേഷൻ ഓഫ് ദി ഗവർണർ. KSG K1 K3 KC ബൈ K4, ദാറ്റ് ഇസ് ഗെയിൻ ഓഫ് സ്പീഡ് ഗവർണർ. ആൻഡ് ടോ എസ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ബൈ K4 K5, ദാറ്റ് ഇസ് ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് സ്പീഡ് ഗവർണർ. ഇനി അത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ചു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടർബൈൻ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ കറക്റ്റായിട്ട് എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ടുള്ളവരാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഡൗട്ട് വരാനൊന്നുമില്ല, നിങ്ങൾ കൺട്രോൾ സിസ്റ്റത്തിലൊക്കെ ചെയ്യുന്നതാണ്, ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ദെൻ ടർബൈൻ മോഡലാണ് അടുത്തത്. അപ്പോൾ ടർബൈൻ മോഡലിൽ പറയാൻ വേണ്ടി നോക്കി ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബോയിലറുണ്ട്, ദെൻ സ്റ്റീം ഇൻപുട്ട്, ദെൻ സ്റ്റീം ഇൻലെറ്റ് വാൽവ്, ടർബൈൻ ആൻഡ് ജനറേറ്റർ. അപ്പോൾ അതിൽ ജി ടി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ പി ടി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ഓഫ് എസ് ആണ്, ദാറ്റ് ഇസ് KT ഡിവൈഡ് ബൈ 1 പ്ലസ് എസ് ടോ ടി. ടോ ടി എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റൻ്റ് ആണ്. ദെൻ KT എന്ന് പറയുന്നത് എൻ്റെ ഗെയിൻ ഫാക്ടറാണ്. ദെൻ ഡെൽറ്റ പി ടി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ടർബൈൻ ഇൻപുട്ടാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ജനറേറ്റർ ഔട്ട്പുട്ട്. ടർബൈൻ ഇൻപുട്ടിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ജനറേറ്റർ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കാം. എപ്പോഴാണ് പക്ഷേ, വെൻ ദ ലോസസ് ആർ നെഗ്ലക്റ്റഡ്. ആൻഡ് ഡെൽറ്റ വൈ ഇ ഓഫ് എസ് ഇസ് ദ ചേഞ്ച് ഇൻ സ്റ്റീം വാൽവ് പൊസിഷൻ. ദെൻ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബ്ലോക്ക് ഡയഗ്രാം എന്തെങ്കിലും കമ്പൈൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. സ്പീഡ് ഗവേണിംഗ് സിസ്റ്റത്തിൻ്റെയും ഈ ടർബൈൻ മോഡലൂടെ കമ്പൈൻ ചെയ്ത് ബ്ലോക്ക് ഡയഗ്രാം വരച്ചു. ദെൻ അതിൻ്റെ ഡെൽറ്റ പി ജി ഓഫ് എസും കൂടെ എഴുതി വെച്ചു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ജനറേറ്റർ ലോഡ് മോഡലാണ്. അപ്പോൾ ഇതിൽ ദ മോഡൽ ഗിവ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ജനറേഷൻ ആൻഡ് ദ ലോഡ് ചേഞ്ചസ് ബൈ എ സ്മോൾ എമൗണ്ട്. സോ ലെറ്റ് ഡെൽറ്റ പി ഡി എന്ന് പറഞ്ഞാൽ ആസ് എ സ്മോൾ ചേഞ്ച് ഇൻ ലോഡ്. ആസ് എ റിസൾട്ട് the generation also swings by an amount of delta PG. So the net power എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, സർപ്ലസ് അറ്റ് ബസ് ബാർ ഇസ് ഡെൽറ്റ പി ജി മൈനസ് ഡെൽറ്റ പി ഡി ആണ്. ആൻഡ് ദിസ് പവർ വിൽ ബി അബ്സോർബ് ബൈ ദ സിസ്റ്റം ഇൻ
2 ways, 2 വേസിൽ ഈ പവറിനെ ഇതിനെ അബ്സോർബ് ചെയ്യാം. ഈ ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന പവറിനെ ഇതിനെ അബ്സോർബ് ചെയ്യാം. 2 രീതിയിൽ ഡെഫിഷ്യൻസി അല്ലേ. അപ്പം എങ്ങനെയൊക്കെയാണ്? ഒന്ന് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്റ്റോർഡ് കൈനറ്റിക് എനർജി ഇൻ ദ ജനറേറ്റർ റോട്ടർ. ഒന്ന് ജനറേറ്റർ റോട്ടറിലെ കൈനറ്റിക് എനർജി സ്റ്റോർഡിനെ സ്റ്റോർ ചെയ്തേക്കുന്ന കൈനറ്റിക് എനർജി അല്ലേ, അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാം. ദെൻ അറ്റ് ഷെഡ്യൂൾ ഫ്രീക്വൻസി F0 ദ സ്റ്റോർഡ് എനർജി എനിക്ക് എങ്ങനെ എഴുതാം? H×PR എന്ന് എഴുതാം. അത്രയും എന്താണ്? കിലോ വാട്ട്സ് ഓർ കിലോ ജൂൾ. ദെൻ അതിൽ PR എന്ന് പറഞ്ഞാൽ മെഷീൻ്റെ MVA റേറ്റിംഗും, H ഇസ് ദ ഇനേർഷ്യ കോൺസ്റ്റൻറ്റ്, അതിൻ്റെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദ കൈനറ്റിക് എനർജി ബീയിങ് പ്രൊപ്പോർഷണൽ ടു ദ സ്പീഡ് അല്ലെങ്കിൽ proportional to the square of the speed or frequency ആണ്. Then the kinetic energy at a frequency of F0 plus delta F is given by WKE is equal to WKE 0 into F0 plus delta F by F0 the whole square ആണ്. സോ അതിൽ നിന്ന് ഞാൻ WKയുടെ എക്സ്പ്രഷൻ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഹയർ ഓർഡർ ടേംസ് ഒക്കെ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. നെഗ്ലക്റ്റ് ചെയ്ത് ഞാൻ എങ്ങനെ എഴുതി? WKE is equal to HPR into 1 plus 2 delta F by F0 എന്ന് എഴുതി. അപ്പോൾ ആ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. WKE is equal to WKE 0 into F0 plus delta F by F0 the whole square എന്ന് പറയുന്ന റിലേഷനും ഈ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യേണ്ടി വരും. ആൻഡ് ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിനെയും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്തു. ദാറ്റ് ഈസ് ദ പവർ അബ്സോർബ് ബൈ ദ മെഷീൻ. ആൻഡ് 2 എന്ന് പറയുന്നത് എന്താണ്? ആസ് ദ ഫ്രീക്വൻസി ചേഞ്ചസ് ദ മോട്ടർ ലോഡ് ബീയിങ് സെൻസിറ്റീവ് ടു സ്പീഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലോഡ് വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി ദാറ്റ് ഈസ് ഡോ PD by dou F can be regarded as nearly constant for small changes in frequency delta F and can be expressed as dou PD by dou F. അതിനെ എങ്ങനെ എഴുതി? ഞാൻ B എന്ന് എഴുതി. That is for a particular change in frequency delta F, change in load is delta F into dou PD by dou F. അതായത് ഇതിനെ ഒരു ഡെൽറ്റ എഫ് കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. എന്നിട്ട് സോ ഡെൽറ്റ PG മൈനസ് ഡെൽറ്റ PD എന്ന് പറയുന്നത് എനിക്കെങ്ങനെ എഴുതാം? 2H into PR by F0 d by dt of delta F plus B delta F എന്ന് എഴുതി. ഇനി ഇതിനെ കംപ്ലീറ്റ് ഒരു PR കൊണ്ട് അങ്ങ് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് ഇതിനെ എങ്ങോട്ട് മാറ്റി? പെർ യൂണിറ്റിലോട്ട് അങ്ങ് മാറ്റി. എന്നിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. ഡെൽറ്റ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ PG ഓഫ് എസ് മൈനസ് ഡെൽറ്റ PD ഓഫ് എസ് ഇൻറ്റു KPS by 1 plus S tau PS. ദെൻ KPS എന്ന് പറഞ്ഞാൽ 1/B പവർ സിസ്റ്റം ഗെയിൻ ആൻഡ് tau PS എന്ന് പറഞ്ഞാൽ എന്താണ്? 2H/BF0 എന്ന് എഴുതി. അതിനെ ബ്ലോക്ക് ഡയഗ്രാം ആക്കി. ദെൻ ആ കംപ്ലീറ്റ് ബ്ലോക്ക് ഡയഗ്രാം ഫോർ LFC ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് അങ്ങോട്ട് വരച്ചു. അപ്പോൾ ഇതിൽ ഈ ജനറേറ്റർ ലോഡ് മോഡൽ ചോദിച്ചിട്ടുണ്ട്, ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് ജനറേറ്റർ ലോഡ് മോഡൽ. ദെൻ LFC കംപ്ലീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സ്പീഡ് ഗവേണിംഗ് സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. സ്പീഡ് ഗവേണിംഗ് സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ബ്ലോക്ക് ഡയഗ്രാം സ്പീഡ് ഗവർണറൊക്കെ വെച്ചിട്ട് ആ ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. ദെൻ ഫസ്റ്റിലെ ഓട്ടോമാറ്റിക് ജനറേഷൻ കൺട്രോളിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് നോക്കുക, നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇത് കഴിഞ്ഞ് ഇതിനകത്ത് വരുന്നത് കൺട്രോൾ 2 പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്തൊരു കൺട്രോൾ ഏരിയ എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതും അതുകൂടെ പറയണം. അതും കുറച്ച് പ്രോബ്ലം കൂടെ ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഡൗട്ടുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യണം. അതിപ്പം അതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട. എന്ത് കാര്യത്തിനാണെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഡെറിവേഷൻ ആണെന്നുണ്ടെങ്കിലും അതല്ല ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിൻ്റെ പേജ് നമ്പർ 26 വരെയാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നോക്കിയിട്ട് ഡൗട്ട്സ് ഉള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യണം എത്രയും പെട്ടെന്ന്. നാളെയോ മറ്റന്നാളോ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ബാക്കി ഇനിയൊരു വീഡിയോയിൽ നമുക്ക് ബാക്കിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ,
ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കുറേ തിയറി വരുന്നുണ്ട് ഇതിനകത്ത്, കൂടുതലും തിയറിയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളതും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്തൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.